ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വർക്കില്ല കേട്ടോ. ഇന്ന് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പണി ചെയ്ത വീട്ടിൽ പാല് കാച്ചാണ്. അപ്പോൾ പാല് കാച്ചിന് പോകാനാണ് ഞാൻ റെഡി ആയിട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ചെറിയൊരു വർക്കുണ്ട് കേട്ടോ. ചെറിയൊരു വർക്കെന്ന് പറഞ്ഞാൽ കുറച്ച് തടിയും പലകയൊക്കെ എടുത്ത് അടുക്കി വെക്കാനുണ്ട്. അതൊരു നമ്മുടെ പുതിയ സൈറ്റിൻ്റെ വർക്ക് തുടങ്ങാൻ പോകണം. അപ്പം അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ആദ്യം പാല് കാച്ചിന് പോകണം. സമയം ഇപ്പോൾ 9:30 10 മണിക്കാണ് പാല് കാച്ച്. 10 മണിക്ക് അവിടെ എത്തണം. അപ്പോൾ ഞാൻ പോയിട്ട് വട്ടാസിലെ പോയിട്ട് ഞാൻ ഉച്ച കഴിയും കേട്ടോ അവരെ. അപ്പോൾ ബാക്കിയുള്ള ടീമുകളൊക്കെ പോയിട്ടുണ്ട്. ഇനി ഞാനും കൂടെ അവിടെ ജോയിൻ ചെയ്താൽ മതി. അപ്പം ഞാനും ഇറങ്ങുവാണേ. നീ പാല് കാച്ച് വീട്ടിൽ പോയിട്ട് വേണം. നമ്മുടെ മേശന്മാർ വരുന്ന വരക്കം കണ്ടാ ടൈമിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ ഒത്ത് റോഡ് സൈഡിൽ നിൽക്കുവാണ്. എല്ലാവരും കൂടെ ഒത്തു കൂടിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ച്. അപ്പോഴിതാ വരുന്ന നല്ല മാസമായിട്ട് ജോലി ഉണ്ടോ ഇത് കഴിഞ്ഞിട്ട്? എന്താ നടക്കുന്നില്ലേ? ബാ, അതുകൊണ്ടാ അവിടെ ഇവിടെ ഫാനൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്ന സമയത്ത് ഇവിടെ വന്ന് നിന്നാൽ മതിയായിരുന്നു. ഉണ്ട് അതിൻ്റെ അകത്ത് പന്തലിൻ്റെ അകത്ത് ഫാനൊക്കെ ഉണ്ടാ. വിളക്ക് കത്തിക്കാനും ബാക്കിയുള്ള സാധനങ്ങൾ വെക്കാനും ഒക്കെ ചെറിയൊരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സംഭവം മഴയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ അപ്പോൾ ഇത് വെക്കുന്നത് നല്ലതായിരിക്കും.
ഫുഡ് കൊണ്ട് കാറ്ററിംഗ് വണ്ടി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇത്തിരി ഇടം കുറവാണ് വളയ്ക്കാനൊക്കെ. അപ്പോൾ പാലുകാച്ചിന് പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുപ്പ് കത്തിക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവുകയാണേ. അതില് അരി ഇതിനുള്ള അരിയാ എല്ലാവർക്കും ദക്ഷിണ കൊടുക്കുന്നുണ്ട്. നമ്മൾ മേശന്മാരും അതുപോലെ തന്നെ ആശാരിമാർ ഇവിടെ പണി ചെയ്ത ഇതെല്ലായിടത്തും ഉള്ളതാണ്. പല സ്ഥലത്തും പല രീതിക്കാണ്. അപ്പോൾ നമ്മൾ ദക്ഷിണ വാങ്ങാനായിട്ട് നിൽക്കുവാണേ. പരിപാടിയില്ല, ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് കഴിച്ചിട്ടല്ലേ പോകും. ഫുഡ് കഴിക്കാൻ പോകും. നമ്മൾ ഫുഡ് കഴിക്കാൻ പോണേ. ഹായ്. സ്ഥലം ഉണ്ടാകുന്ന ഇവിടെ എല്ലാം സെറ്റ് ചെയ്യുന്നേ ഉള്ളു. അപ്പറേ ഇപ്പൊ മൂഞ്ചി കൂടി താഴെ കിടന്നേനെ. അപ്പം ഇതിന്റെ അങ്ങനെ ആ സ്റ്റാൻഡ് തള്ളിയിരിക്കുന്നത് അറിയത്തില്ല കേട്ടാ. തട്ട് തട്ട് ഞാനേ അതിൽ ഒന്ന് വാവ്.
ഫുഡ് റെഡിയായി. കഴിച്ചിട്ട് വരെ വേറെ പരിപാടിയുണ്ട്. അപ്പം ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനി ഇത്തിരി വർക്കുണ്ട്. ഞാനൊന്നും പറഞ്ഞു നോക്കട്ടില്ല, എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് വീട്ടിൽ പോവാം. നോക്കട്ടെ. ഇതൊക്കെ മതി. പ്രസാദില്ലേ? പ്രസാദനുണ്ടോ? രണ്ടുപേരുണ്ടോ? പ്രസാദിൻ്റെ കാര്യം അറിയാൻ വയ്യ. നീ ഇവിടെ പ്രസാദം എവിടെ? പ്രസാദില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെ വിട്ടോ, ഞാൻ പ്രസാദം വിളിച്ചോളാം. ഓക്കെ. ഓ, അപ്പോൾ സംഭവം ആ പലകൊക്കെ പറക്കി വെക്കാനുള്ള സ്ഥലത്ത് നമ്മൾ വന്നു കേട്ടോ. സാധനം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ പണിയേ ഉള്ളൂ. അത് കൊണ്ട് അടുക്കി വയ്ക്കണം. അതായത് നമുക്ക് കട്ടള ജനലൊക്കെ പണിയാനുള്ള ഉരുപ്പടികളാണ്. സാധനങ്ങൾ ഇവിടെ കൊണ്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇത്രയും സാധനങ്ങളുണ്ട്. ഇത്രയും സാധനങ്ങൾ വന്നിട്ട് ഇവരുടെ വീട് തൊട്ടടുത്താണ്. കാണിച്ചു തരാം. അതായത് ഇവിടെ നിന്ന് നടന്ന് പോയി ആ കാണുന്ന വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി അടുക്കി വയ്ക്കണം. ഞാൻ മാത്രമല്ല, ഈ പയ്യനുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. ഇതിൻ്റെ ഓണർ വന്നില്ല. വന്നിട്ടേ നമുക്ക് എടുത്ത് വയ്ക്കാൻ പറ്റും. നമ്മളവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ ടീ ടൈമായേ. വാ, ചായ കുടിക്കാം. ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള എടുക്കാം. പാലയാച്ചിന് വന്നവനാണ്. അവനെയും കൂടെ വിളിച്ചോണ്ട് വന്ന് ചോപ്പിച്ചതാ. പറക്കി അടിക്കുന്ന ഐസാണ്. കാണിച്ചു തരാം. അതെല്ലാം നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം അടുക്കി എറുമ്പ് പൊടിയൊക്കെ ഇട്ട് ഗ്യാപ്പിട്ട് അടുക്കിയിരിക്കുകയാണ് കേട്ടോ. എയർ കയറുന്ന രീതിക്ക് ഗ്യാപ്പിട്ട് അടുക്കിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ഇനി ഒരുപാട് ഉണ്ടാടാ? ഇനി കുറച്ചല്ലേ ഉള്ളു. അപ്പോൾ ഇനി കുറച്ചേ ഉള്ളൂ. നമുക്ക് ഇനി എത്ര മണിക്കൂർ വരെ ഇവിടെ? ഒരു മണിക്കൂർ. ഓക്കെ. പലകുണ്ട്. പിന്നെ ഈ ഷീറ്റ് എടുത്ത് നമുക്ക് അതിൻ്റെ മണ്ടേ കെട്ടണം അല്ലേ? അതിൻ്റെ മണ്ടേ കെട്ടണം എന്ന് പറഞ്ഞാൽ ഷീറ്റിൽ ഓട്ടയുണ്ട്. പിന്നെ ആ അപ്പുറത്തെ സൈഡിൽ നിന്ന് തൂളി അടിച്ച് വെള്ളം വീഴും. അതുകൊണ്ട് ഈ ഷീറ്റ് എടുത്ത് മേളിൽ കെട്ടണം. അതാണ് വകുപ്പ്. ഇപ്പം നമ്മൾ ചായ കുടിക്കട്ടെ. ചായയും പഴംപൊരി. അത് ചായ ഒന്നുമില്ല, എനിക്ക് കട്ടൻ പറഞ്ഞു. കട്ടൻ മതി. പഴംപൊരി എടുത്തോളാം. ഞാൻ കടിച്ചെടുത്തത്. നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു കേട്ടാ. അവിടെ നിന്ന് ലോഡ് കുറച്ചുണ്ടായിരുന്നു വരാൻ. അതെല്ലാം കൂടെ വന്നപ്പോൾ ഒരു ടൈമായി. അപ്പോൾ ഗൈസ് വർക്ക് കഴിഞ്ഞു കേട്ടാ. 1 മണിക്കൂർ പണിയേ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇത്തിരി നടക്കാനുണ്ടായിരുന്നു. അത് പണി കിടലായിരുന്നു. സെറ്റായിരുന്നു, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. പോട്ടാ പോട്ടാടാ.